ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടി വി എസ് ഗ്രൂപ്പ്. 100-ലധികം വർഷത്തെ പാരമ്പര്യം ഈ സ്ഥാപനത്തിനുണ്ട്. ടി വി എസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. വാഹന നിർമ്മാണം മുതൽ സാമ്പത്തിക സേവനങ്ങൾ വരെ പല മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ 2020-ൽ ഈ വലിയ കുടുംബം ബിസിനസ് വിഭജിക്കാൻ തീരുമാനിച്ചു. ടി വി എസ് കുടുംബത്തിലെ 4 ബ്രാഞ്ചുകൾക്കായി സ്വത്തുക്കൾ വീതിച്ചു നൽകി. ഇത് ബിസിനസ് ലോകത്തെ വലിയ വാർത്തയായിരുന്നു. തർക്കങ്ങളില്ലാതെ വളരെ സമാധാനമായാണ് ഈ വിഭജനം നടന്നത്. അതിന്റെ പൂർണ്ണമായ കഥ ഒന്ന് വിവരിക്കാം. ടി വി എസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ടി വി സുന്ദരം അയ്യങ്കാർ ആണ്. അദ്ദേഹം 1877-ൽ തിരുനെൽവേലിയിൽ ജനിച്ചു. ആദ്യം അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്തു. പിന്നീട് റെയിൽവേയിലും ബാങ്കിലും ജോലി നോക്കി. എന്നാൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ 1911-ൽ അദ്ദേഹം മധുരയിൽ ഒരു ബസ് സർവീസ് ആരംഭിച്ചു. അക്കാലത്ത് അത് വലിയ വിപ്ലവമായിരുന്നു. റോഡ് ഗതാഗതം അത്ര വികസിക്കാത്ത കാലമായിരുന്നു അത്. കൃത്യസമയത്ത് ബസ് ഓടിച്ച് അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം നേടി. ഇതാണ് ടി വി എസ് എന്ന വലിയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. പിന്നീട് അദ്ദേഹം വാഹനങ്ങളുടെ പാർട്സുകൾ വിൽക്കുന്ന ബിസിനസ്സിലേക്ക് കടന്നു. അമേരിക്കൻ കമ്പനിയായ ജനറൽ മോട്ടോഴ്സിന്റെ ഡീലർഷിപ്പ് അദ്ദേഹം നേടി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പെട്രോൾ ക്ഷാമം ഉണ്ടായപ്പോൾ അദ്ദേഹം ടി വി എസ് ഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു. അങ്ങനെ ബിസിനസ് പതുക്കെ വളർന്നു. അദ്ദേഹത്തിന്റെ മക്കളും ബിസിനസ്സിൽ പങ്കുചേർന്നു. ടി വി സുന്ദരം അയ്യങ്കാർക്ക് 5 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകൻ ടി എസ് ദുരൈസ്വാമി നേരത്തെ മരിച്ചുപോയി. ബാക്കിയുള്ള 4 മക്കളാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. ടി എസ് രാജം, ടി എസ് കൃഷ്ണ, ടി എസ് ശ്രീനിവാസൻ, ടി എസ് സന്താനം എന്നിവരായിരുന്നു ആ 4 മക്കൾ. ഇവർ 4 പേരും ടി വി എസ് ഗ്രൂപ്പിന്റെ 4 തൂണുകൾ പോലെ പ്രവർത്തിച്ചു. സുന്ദരം അയ്യങ്കാരുടെ കാലശേഷം ഈ 4 മക്കളും ഒത്തൊരുമയോടെ ബിസിനസ് നടത്തി. ഓരോരുത്തരും ഓരോ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരാൾ സാമ്പത്തിക കാര്യങ്ങൾ നോക്കി, മറ്റൊരാൾ വാഹന നിർമ്മാണം നോക്കി. അങ്ങനെ ടി വി എസ് ഗ്രൂപ്പ് പല കമ്പനികളായി വളർന്നു. പക്ഷേ എല്ലാ കമ്പനികളുടെയും നിയന്ത്രണം കുടുംബത്തിന്റെ കൈകളിൽ തന്നെയായിരുന്നു. വർഷങ്ങളോളം ടി വി എസ് ഗ്രൂപ്പ് ഒരു കൂട്ടുകുടുംബം പോലെയാണ് പ്രവർത്തിച്ചത്. പല കമ്പനികൾക്കും പല മുതലാളിമാർ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഒരു കേന്ദ്ര കമ്പനിയാണ്. ടി വി എസ് സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് എന്നായിരുന്നു ഈ കമ്പനിയുടെ പേര്. ഇതുകൂടാതെ സുന്ദരം ഇൻഡസ്ട്രീസ് എന്നും സതേൺ റോഡ്വേസ് എന്നും 2 കമ്പനികൾ കൂടിയുണ്ടായിരുന്നു. ഈ 3 കമ്പനികളാണ് ടി വി എസ് ഗ്രൂപ്പിലെ മറ്റെല്ലാ ചെറിയ കമ്പനികളുടെയും ഓഹരികൾ കൈവശം വെച്ചിരുന്നത്. ഉദാഹരണത്തിന് ടി വി എസ് മോട്ടോർ എന്ന കമ്പനി വേണു ശ്രീനിവാസനാണ് നടത്തിയിരുന്നത്. എന്നാൽ ആ കമ്പനിയുടെ ഓഹരികൾ ടി വി സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു. അതുപോലെ സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന കമ്പനി സുരേഷ് കൃഷ്ണയാണ് നോക്കിയിരുന്നത്. ഇതിന്റെ ഓഹരികളും പ്രധാന കമ്പനിയുടെ കൈവശമായിരുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാ കമ്പനികളിലും ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതിനെ ക്രോസ് ഹോൾഡിംഗ് എന്ന് പറയും. ഈ രീതി വർഷങ്ങളോളം വിജയകരമായി തുടർന്നു. കാലം മാറിയപ്പോൾ കുടുംബവും വലുതായി. ഇപ്പോൾ 3-ാം തലമുറയും 4-ാം തലമുറയുമാണ് ബിസിനസ് നോക്കുന്നത്. കുടുംബത്തിൽ അംഗങ്ങളുടെ എണ്ണം കൂടി. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടായി. ബിസിനസ് വലുതാക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ആവശ്യമായി വന്നു. പഴയ രീതിയിലുള്ള ഓഹരി പങ്കാളിത്തം ഇതിന് തടസ്സമായി തോന്നി. ഒരു കമ്പനിയിൽ തീരുമാനമെടുക്കാൻ മറ്റ് കുടുംബാംഗങ്ങളുടെ അനുവാദം വേണ്ടി വരുന്നത് കാലതാമസമുണ്ടാക്കി. പുതിയ കാലത്തെ ബിസിനസ് വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ പഴയ ഘടന മാറ്റാൻ അവർ തീരുമാനിച്ചു. ഓരോ ബ്രാഞ്ചിനും അവർ നടത്തുന്ന കമ്പനികളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകാൻ തീരുമാനമായി. 2020 ഡിസംബറിലാണ് കുടുംബം ഈ സുപ്രധാന തീരുമാനമെടുത്തത്. ഇതിനായി ഒരു കുടുംബ ഉടമ്പടി ഒപ്പുവെച്ചു. ഇതിനെ മെമ്മോറാണ്ടം ഓഫ് ഫാമിലി അറേഞ്ച്മെന്റ് എന്ന് പറയുന്നു. ഈ കരാർ പ്രകാരം ടി വി എസ് ഗ്രൂപ്പിന്റെ പ്രധാന ഹോൾഡിംഗ് കമ്പനികൾ ഇല്ലാതാകും. പകരം ഓരോ കുടുംബ ശാഖയ്ക്കും സ്വന്തം കമ്പനികൾ ലഭിക്കും. ഇന്ത്യയിലെ മറ്റ് പല ബിസിനസ് കുടുംബങ്ങളിലും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ടി വി എസ് കുടുംബം ഇക്കാര്യത്തിൽ മാതൃകയായി. ഒരു തർക്കവും ഇല്ലാതെയാണ് അവർ പിരിഞ്ഞത്. വളരെ മാന്യമായാണ് അവർ കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിനായി നിയമപരമായ അനുമതികൾ തേടി. ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇതിന് അംഗീകാരം നൽകി. ടി വി എസ് കുടുംബത്തിലെ സ്വത്തുക്കൾ പ്രധാനമായും 4 ബ്രാഞ്ചുകൾക്കായാണ് വീതിച്ചത്. സുന്ദരം അയ്യങ്കാരുടെ 4 മക്കളുടെ കുടുംബങ്ങൾക്കാണ് ഇത് ലഭിച്ചത്. ഓരോ ബ്രാഞ്ചിനും ലഭിച്ച കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടി എസ് ശ്രീനിവാസൻ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ പ്രധാന തലവൻ വേണു ശ്രീനിവാസനാണ്. ഇദ്ദേഹം ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ചെയർമാനാണ്. വിഭജനത്തിന് ശേഷം ടി വി എസ് മോട്ടോർ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം വേണു ശ്രീനിവാസന്റെ കുടുംബത്തിൽ ലഭിച്ചു. ഇരുചക്ര വാഹന വിപണിയിൽ ഇന്ത്യയിലെ വമ്പന്മാരാണ് ടി വി എസ് മോട്ടോർ. സ്കൂട്ടറുകളും ബൈക്കുകളും ഇവർ നിർമ്മിക്കുന്നു. ജൂപ്പിറ്റർ സ്കൂട്ടറും അപ്പാച്ചെ ബൈക്കും ഇവരുടെ പ്രശസ്തമായ ഉൽപ്പന്നങ്ങളാണ്. ഇതുകൂടാതെ സുന്ദരം ക്ലേറ്റൺ എന്ന കമ്പനിയും ഈ ബ്രാഞ്ചിന് ലഭിച്ചു. വാഹനങ്ങളുടെ ബ്രേക്ക് സിസ്റ്റങ്ങളും മറ്റ് ഭാഗങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണിത്. വേണു ശ്രീനിവാസന്റെ മകൻ സുദർശൻ വേണുവും ഭാര്യ മല്ലിക ശ്രീനിവാസനും ബിസിനസ്സിൽ സജീവമാണ്. മകൾ ലക്ഷ്മി വേണു സുന്ദരം ക്ലേറ്റൺ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നു. ടി വി എസ് ക്രെഡിറ്റ് എന്ന ധനകാര്യ സ്ഥാപനവും ഇവരുടെ കീഴിലാണ് വരുന്നത്. വാഹനങ്ങൾ വാങ്ങാൻ ലോൺ നൽകുന്ന സ്ഥാപനമാണിത്. അടുത്തത് ടി എസ് കൃഷ്ണ ബ്രാഞ്ച്.
ഈ ബ്രാഞ്ചിന്റെ തലവൻ സുരേഷ് കൃഷ്ണയാണ്. സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന വലിയ കമ്പനി ഇദ്ദേഹമാണ് നടത്തുന്നത്. വാഹനങ്ങൾക്ക് ആവശ്യമായ നട്ടും ബോൾട്ടും മറ്റ് ചെറിയ ഭാഗങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണിത്. ലോകമെമ്പാടുമുള്ള വലിയ കാർ കമ്പനികൾക്ക് ഇവർ സാധനങ്ങൾ നൽകുന്നുണ്ട്. വിഭജനത്തിന് ശേഷം സുന്ദരം ഫാസ്റ്റനേഴ്സ് പൂർണ്ണമായും സുരേഷ് കൃഷ്ണയുടെയും മക്കളുടെയും ഉടമസ്ഥതയിലായി. സുരേഷ് കൃഷ്ണയുടെ മക്കളായ അരുതി കൃഷ്ണയും മറ്റ് സഹോദരിമാരും ഈ ബിസിനസ്സിൽ പങ്കാളികളാണ്. ഓട്ടോമോട്ടീവ് രംഗത്ത് ഗുണനിലവാരത്തിന് പേര് കേട്ട കമ്പനിയാണിത്. ജനറൽ മോട്ടോഴ്സ് എന്ന ആഗോള ഭീമൻ പലതവണ ഇവരെ മികച്ച സപ്ലയറായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി കൂടിയാണ് സുന്ദരം ഫാസ്റ്റനേഴ്സ്. മൂന്നാമത്തേത് TS രാജം ബ്രാഞ്ച്. TVS സുന്ദരം അയ്യങ്കാരുടെ മൂത്ത മകനായിരുന്നു TS രാജം. ഈ ബ്രാഞ്ചിലെ ഇപ്പോഴത്തെ പ്രധാന വ്യക്തി R ദിനേശ് ആണ്. ഇദ്ദേഹം TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ തലവനാണ്. സാധനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് ബിസിനസ് ആണിത്. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും ഇവർക്ക് ബിസിനസ് ഉണ്ട്. കൂടാതെ TVS ഓട്ടോമൊബൈൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയും ഇവർക്കാണ്. കാറുകളുടെ സർവീസും റിപ്പയറും ചെയ്യുന്ന മൈ TVS എന്ന ബ്രാൻഡ് ഇവരുടേതാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബിസിനസ് വളർത്തുന്നതിൽ R ദിനേശ് വലിയ മിടുക്ക് കാണിക്കുന്നു. ഇനിയുള്ളത് TS സന്താനം ബ്രാഞ്ച്. TS സന്താനം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് സുന്ദരം ഫിനാൻസ് എന്ന കമ്പനിയുടെ നിയന്ത്രണം ലഭിച്ചത്. വാഹന വായ്പാ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. ലോറികൾക്കും ബസ്സുകൾക്കും കാറുകൾക്കും ഇവർ വായ്പ നൽകുന്നു. S വിജിയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത്. കൂടാതെ S റാം തുടങ്ങിയവരും ഇതിൽ പങ്കാളികളാണ്. റോയൽ സുന്ദരം ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനിയും ഈ ബ്രാഞ്ചിന്റെ ഭാഗമാണ്. ഇൻഷുറൻസ് രംഗത്തും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. പണമിടപാടിലെ സുതാര്യതയും വിശ്വാസവുമാണ് ഇവരുടെ മുഖമുദ്ര. ഇതുകൂടാതെ മറ്റു പ്രധാന കമ്പനികൾ കൂടിയുണ്ട്. ശോഭന രാമചന്ദ്രൻ നയിക്കുന്ന TVS ശ്രീചക്ര ടയർസ് എന്ന കമ്പനിയും കുടുംബത്തിന്റെ ഭാഗമാണ്. ഇവർ ഇരുചക്ര വാഹനങ്ങൾക്കും 3 വീലറുകൾക്കുമുള്ള ടയറുകൾ നിർമ്മിക്കുന്നു. TVS യൂറോഗ്രിപ്പ് എന്ന പേരിലാണ് ഇവരുടെ ടയറുകൾ വിപണിയിൽ എത്തുന്നത്. വിഭജന പ്രക്രിയയിൽ ഇവരും സ്വന്തം കമ്പനിയുടെ പൂർണ്ണ അവകാശം നേടി. വീൽസ് ഇന്ത്യ, ബ്രേക്സ് ഇന്ത്യ, ആക്സിൽസ് ഇന്ത്യ തുടങ്ങിയ പല കമ്പനികളും TVS ഗ്രൂപ്പിലുണ്ട്. ഇവയെല്ലാം കുടുംബത്തിലെ വിവിധ അംഗങ്ങൾക്കാണ് വീതിച്ചു നൽകിയത്. ഓരോരുത്തരും തങ്ങൾ കാലങ്ങളായി നോക്കി നടത്തിയിരുന്ന കമ്പനികൾ സ്വന്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം TVS എന്ന പേരിന്റെ ഉപയോഗമാണ്. വിഭജനത്തിന് ശേഷവും എല്ലാ കുടുംബാംഗങ്ങൾക്കും TVS എന്ന പേര് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. ഇതിനായി ആരും ആർക്കും റോയൽറ്റി നൽകേണ്ടതില്ല. TVS എന്ന പേര് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. അതെല്ലാവർക്കും തുല്യമായി ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഇത് അവരുടെ ഒത്തൊരുമയുടെ അടയാളമാണ്. ഈ വിഭജനം കൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്നാമതായി തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ സാധിക്കും. പണ്ടൊരു ചെറിയ കാര്യത്തിന് പോലും എല്ലാവരുടെയും ഒപ്പ് വേണ്ടിയിരുന്നു. ഇപ്പോൾ ഓരോ കമ്പനി ഉടമയ്ക്കും സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാം. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. രണ്ടാമതായി ഓഹരി ഘടന ലളിതമായി. പണ്ടൊരു കമ്പനിയിൽ പലർക്കും ഓഹരികൾ ഉണ്ടായിരുന്നു. ഇത് കണക്കുകൾ സങ്കീർണമാക്കിയിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം മാറി. ഓരോ കമ്പനിയും ആരുടെ ഉടമസ്ഥതയിലാണെന്ന് വ്യക്തമായി. മൂന്നാമതായി നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തത വന്നു. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത പല TVS കമ്പനികളുമുണ്ട്. ഈ കമ്പനികളുടെ ഉടമസ്ഥർ ആരാണെന്ന് നിക്ഷേപകർക്ക് ഇപ്പോൾ കൃത്യമായി അറിയാം. ഇത് ഓഹരി വിലയിലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ വിഭജനം നടപ്പിലാക്കാൻ 2 വർഷത്തോളം എടുത്തു. ആദ്യം കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കരാർ ഒപ്പിട്ടു. പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചു. TVS സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് എന്ന വലിയ കമ്പനിയിൽ നിന്ന് ഓരോ ബിസിനസ്സും വേർതിരിച്ചെടുക്കണമായിരുന്നു. ഇതിന് പല ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിയമപരമായ എല്ലാ നൂലാമാലകളും തീർത്ത് 2022ഓടെയാണ് വിഭജനം പൂർത്തിയായത്. TVS ഗ്രൂപ്പിന്റെ ഈ വിഭജനം ഇന്ത്യയിലെ മറ്റ് ബിസിനസ് കുടുംബങ്ങൾക്ക് ഒരു പാഠമാണ്. തല്ലുപിടിക്കാതെയും കോടതിയിൽ പോകാതെയും എങ്ങനെ സ്വത്ത് വീതിക്കാമെന്ന് അവർ കാണിച്ചു തന്നു. ഇപ്പോൾ ഓരോ ബ്രാഞ്ചും വലിയ വളർച്ചയുടെ പാതയിലാണ്. വേണു ശ്രീനിവാസന്റെ TVS മോട്ടോർ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മുന്നേറ്റം നടത്തുന്നു. iQube എന്ന ഇലക്ട്രിക് സ്കൂട്ടർ വലിയ വിജയമാണ്. വിദേശ കമ്പനിയായ നോർട്ടൺ മോട്ടോർ സൈക്കിൾസിനെ അവർ ഏറ്റെടുത്തു. സുരേഷ് കൃഷ്ണയുടെ സുന്ദരം ഫാസ്റ്റനേഴ്സ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പാർട്സുകൾ നിർമ്മിക്കുന്നു. വിദേശ വിപണിയിൽ അവർ സാന്നിധ്യം ഉറപ്പിച്ചു. R ദിനേശിന്റെ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ഓഹരി വിപണിയിൽ പ്രവേശിച്ചു. ആഗോളതലത്തിൽ വലിയൊരു ലോജിസ്റ്റിക്സ് കമ്പനിയായി അവർ മാറിക്കഴിഞ്ഞു. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിതരണ ശൃംഖല നിയന്ത്രിക്കുന്നതിൽ അവർ വിദഗ്ധരാണ്. സുന്ദരം ഫിനാൻസ് അവരുടെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഇടപാടുകാരെ കണ്ടെത്തുന്നു. ഹോം ലോൺ, മ്യൂച്വൽ ഫണ്ട് എന്നീ മേഖലകളിലും അവർ ശക്തരാണ്. 100 വർഷം മുൻപ് മധുരയിൽ തുടങ്ങിയ ഒരു ചെറിയ ബസ് സർവീസ് ഇന്ന് ലോകം അറിയുന്ന ഒരു വലിയ വ്യവസായ ഗ്രൂപ്പായി മാറി. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ TVS കുടുംബം കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി സ്വതന്ത്ര കമ്പനികളായി അവർ വളരുന്നു. എങ്കിലും TVS എന്ന പേര് നൽകുന്ന മൂല്യങ്ങളും വിശ്വാസവും അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. TVS സുന്ദരം അയ്യങ്കാരുടെ ദീർഘവീക്ഷണം ഇന്നും ആ കുടുംബത്തിലൂടെ തുടരുന്നു. പുതിയ തലമുറയ്ക്ക് ബിസിനസ് വളർത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വിഭജനത്തിലൂടെ ലഭിച്ചു. വരും വർഷങ്ങളിൽ TVS ഗ്രൂപ്പിലെ കമ്പനികൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് TVS കുടുംബത്തിന്റെ ഈ കഥ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.